ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനങ്ങൊരു മീൻ പൊള്ളിക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാനൊരു 4 മീനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ കാനഡയിൽ കിട്ടുന്ന മാക്രൽ എന്ന് പറഞ്ഞൊരു മീനാണ്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന മാക്രൽ നമ്മുടെ അയിലയല്ലേ, ഇത് അയിലയുടെ ടേസ്റ്റൊന്നും അല്ല, പക്ഷേ എന്നാലും അതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസ് മീനാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെടാറില്ലേ, പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ. മീൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ്, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ എനിക്കൊരു പാമ്പിൻ്റെയൊക്കെ ഓർമ്മ വരും ശരിക്കും പറഞ്ഞാൽ. എന്തു പറഞ്ഞാലും ഞാൻ ഈ മീനെടുത്ത് നല്ല രീതിയിൽ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി തിരുമ്മി നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞാക്കി വരച്ച് എടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊരു ട്രേക്കകത്ത് നമ്മുടെ അലുമിനിയം ഫോയിൽ ഇട്ടേച്ച് 100% ഒലീവ് ഓയിൽ ഒഴിച്ചു. ഒലീവ് ഓയിൽ ഒരുപാട് ഒഴിക്കരുത്. ഒഴിച്ചാൽ എന്നാന്ന് വെച്ചാൽ ഈ ഒലീവ് ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇച്ചിരി കൂടിപ്പോയാൽ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തു. അതുകൂടാതെ ഈ മീനുണ്ടല്ലോ, ഇതിൽ നല്ല രീതിയിൽ നെയ്യ് ഇളകും, നെയ്യ് ഇറങ്ങി വരും. നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ ആ നെയ്യും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമേ ഇല്ല, കാരണം ആ നെയ്യിൽ തന്നെ ഇത് മുരിഞ്ഞു കിട്ടിക്കോളുവേ. അപ്പോൾ ഏതായാലും ഞാനങ്ങനെ നല്ല രീതിയിൽ മസാല തിരുമ്മിയ മീനെടുത്ത് 4 ട്രേക്കകത്ത് നിരത്തി വെച്ചു. എന്നിട്ട് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എൻ്റെ എയർ ഫ്രയർ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് നമ്മുടെ ഓവനിലേക്ക് ഞാൻ നമ്മുടെ 4 മീനും എടുത്തു വെച്ചു. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മീനിൽ നിന്ന് നല്ല രീതിയിൽ നെയ്യ് ഇറങ്ങി വന്നു കേട്ടോ. എന്നിട്ട് കണ്ടോ, ആ നെയ്യ് അങ്ങ് തിളയ്ക്കുന്ന കണ്ടോ. എന്നിട്ട് ഈ നെയ്യ് തന്നെ ഈ മീൻ തന്നെ ഈ നെയ്യ് പിന്നെയും വലിച്ചെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. ഏതായാലും ഒരു 3-4 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടു. നല്ല രീതിയിൽ വെന്തു ഇപ്പം, പക്ഷെ എന്നാലും നമുക്കിങ്ങനെ നല്ല മുരിഞ്ഞ് കിട്ടണമല്ലോ. അതുകൊണ്ട് ഒരു വട്ടം കൂടി ഞാൻ തിരിച്ചിട്ടേച്ച് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വെച്ചു. അപ്പം നല്ല മുരിഞ്ഞു, കാണാൻ നല്ല ലുക്കായേ. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങ് പുറത്തെടുത്തു. ഇനിയിപ്പോൾ ഏതായാലും എയർ ഫ്രയർ ഓഫ് ചെയ്തേക്കാമെന്നും പറഞ്ഞ് എയർ ഫ്രയറും അങ്ങ് ഓഫ് ചെയ്തു. കാണാൻ നല്ല ലുക്കാട്ടോ ഇപ്പം. എൻ്റെ പ്ലാൻ എന്നായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞ് ഈ മീനിൻ്റെ പൊക്കത്ത് പൊതിഞ്ഞ് ഒരു വാഴയിലക്കകത്തോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലിനകത്തോ പൊതിഞ്ഞ് അത് പിന്നെ ചുട്ടെടുക്കാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു എൻ്റെ. ഏതായാലും ഈ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു കഷ്ണം മീനും ഈ സാലഡിൻ്റെ ഒരു കഷ്ണവും കൂടി എടുത്ത് തിന്നു നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ, ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അപ്പം പിന്നെ ഞാൻ ആ അവസാനത്തെ പരിപാടി അങ്ങ് മാറ്റി വെച്ചു. മീൻ പൊള്ളിക്കേണ്ട പരിപാടി അങ്ങ് മാറ്റി വെച്ചു. ഏതായാലും മീനും സാലഡും കൂടി അങ്ങ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മീനും കുറച്ച് സാലഡും കൂടി എടുത്തങ്ങ് കഴിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ നെയ്യിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഒരു ഫുൾ മീൻ ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല, വയറ് നിറയും. കാരണം ഈ നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറയും. അതുകൊണ്ട് ഞാനൊരു പകുതി മീൻ കഴിച്ചപ്പോഴത്തേക്കും ഡിന്നറിൻ്റെ കാര്യം തീരുമാനമായി, വയറ് നിറഞ്ഞു. അങ്ങനെ അത് നിർത്തി. അങ്ങനെ പകുതി മീനും സാലഡും കഴിച്ചു. അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.